ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗാട്ടോ മച്ചന്മാരെ. അപ്പോൾ നമുക്കിന്ന് ഇടുക്കി പോകാം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോതമംഗലം, എറണാകുളത്തുള്ള കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് നമ്മൾ ഇടുക്കി പോകാനായിട്ട് ഇവിടെ നിന്ന് ഒരു 10-15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് നേര്യമംഗലം ചെല്ലാൻ സാധിക്കും. നേര്യമംഗലത്തുനിന്ന് നമുക്ക് ഇടുക്കി കയറാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ നേരെ തൊടുപുഴ പിടിച്ചിട്ട് ഇവിടെ നേരെ സ്ട്രെയിറ്റ് തൊടുപുഴ പോകുന്നു. തൊടുപുഴയിൽ നിന്ന് നമ്മൾ മുട്ടം വഴി നമ്മൾ കുളമാവ് പോകുന്ന വഴിക്കൊക്കെ നല്ല രസമുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുളമാവ് കയറിയിട്ട് കുളമാവ് ഡാമെല്ലാം കണ്ടിട്ട് അവിടുന്ന് പൈനാവി വന്നിട്ട് എൻ്റെ പഴയ കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കണ്ട ഒരു വ്യൂ പോയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്ത് നമുക്കൊന്നും കൂടെ പോയിട്ട് പിന്നെ അവിടുന്ന് നേരെ ചെറുതോണി എന്നിട്ട് ചെറുതോണിയിൽ നിന്ന് അടിമാലി ആ റൂട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കുളമാവിന് ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ ലൊക്കേഷൻ. ഇപ്പോൾ 69 കിലോമീറ്റർ ഉണ്ട്. സോ നമുക്ക് നേരെ കുളമാവ് പിടിക്കാം. പെട്രോൾ നമുക്ക് കുറച്ച് ഇട്ടിട്ടുണ്ട്, ബാക്കി നമുക്ക് പോകുന്ന വഴിക്ക് അടിക്കാം. അപ്പോൾ നമുക്ക് പോകാം. പക്ഷേ ഇന്നത്തെ ക്യാമറയുടെ കേസ് എനിക്കറിയത്തില്ല. ഞാൻ രാവിലെയാണ് ഇറങ്ങിക്കാൻ. സമയം ഏകദേശം ഇതുണ്ട് 7:25 ചിലപ്പോൾ ഈ സമയത്ത് പോകുമ്പോൾ ഇനി കോപ്സ് ഉണ്ടാകുമെന്ന് അറിയത്തില്ല. അത് രണ്ടും കൽപ്പിച്ചുള്ള പോക്കാണ് മച്ചാന്മാരെ. സോ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ മച്ചാന്മാരെ. അപ്പോൾ നമുക്ക് ഏതായാലും 69 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് പോകാതല്ല. അപ്പോൾ ഞാനതൊരു പാട്ട് ഇട്ടിട്ടുണ്ട്. പാട്ട് ഇട്ടിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മുടെ വണ്ടിയുടെ പൊല്യൂഷൻ തീർന്നിരിക്കുകയാണ്. ഇത് വാരപ്പെട്ടി പോകുന്ന വഴിയാണ്. ഇവിടെ വഴിപണി നടക്കും കേട്ടോ. നമ്മുടെ കോതമംഗലം വരുമ്പോൾ വാരപ്പെട്ടി കൂടി വരുന്ന ഈ സ്ഥലത്തേക്ക് എനിക്ക് കറക്റ്റ് സ്ഥലം എനിക്കറിയില്ല. വാഴക്കുളം റോഡ് എന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. രാവിലെ നമ്മൾ ഏതോ ഒരു പാലത്തിൻ്റെ അവിടെ വന്നു. സൂര്യൻ രാവിലെ തന്നെ ഈ സമയത്ത് കഴിഞ്ഞിട്ട് കാലം മറന്നു. നേരത്തെ ട്രിപ്പ് പോകാൻ വേണ്ടി കഴിഞ്ഞാൽ ഒത്തിരി ദിവസമായി രാവിലെ നിന്നിട്ടുണ്ട്. 10 മണിയാവും എഴുന്നേക്കില്ല. അപ്പോൾ ആൾക്കാർ കുളിക്കുന്നതും കൊണ്ട് വെറുതെ ഇവിടെ നിന്ന് കുളിച്ചും പിടിക്കണ്ട. നമുക്ക് തന്നെ പാടം രാവിലെ പുല്ലിൻ്റെ മേളിക്കൂടെ ഇങ്ങനെ മഞ്ഞ് പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു തൊടുപുഴ കൂടിയാണോ പോകുന്നത് എനിക്ക് അറിയിച്ചില്ല. ഞാനൊരു മാപ്പിൻ്റെ വഴിക്ക് വിട്ടേക്കാണ്. പിന്നെ ഏത് വഴിക്ക് മാപ്പ് ഉണ്ടാവും ആ വഴിക്ക് നമ്മൾ കുളമാവിൽ. അപ്പോൾ കുളമാവ് ഡാം കാണുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒരു വൈബ്. പിന്നെ എനിക്ക് ആ നീലവറ്റത്തുനിന്ന് കുളമാവ് പോകുന്ന വഴിക്കുള്ള ചുറ്റുന്ന വഴി എനിക്കൊരു വൈബായിരുന്നു. പിന്നെ പൈനാവ് പോകുന്ന വഴിക്കൊരു വൈബുണ്ട്. ഫുള്ള് വൈബാണ്. നമുക്ക് നോക്കാം. ഏതായാലും ആ മാപ്പിൻ്റെ വഴിക്ക് നോക്കുന്നത്. കിലോമീറ്റർ ഇടുക്കിക്ക് 62 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്കിത് കുറേ കാഴ്ചകൾ ഈ വഴിക്കുണ്ട്. ചുറ്റിക്കറങ്ങി പോകാനുണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ അപ്പുറം കാണുന്നുണ്ടോ? അതായത് ഇതേ കാണുന്നത് അത് മുട്ടം പോളി കേട്ടോ. ഇത് മലങ്കര ഡാം. നമ്മളിത് മൂലമറ്റത്തുനിന്ന് നമ്മൾ നേരെ തിരിച്ച് ഇതാണ് കുളമാവ് റോഡ് പോകാട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വഴിക്കുള്ള ഫസ്റ്റത്തെ ഹെയർ പിൻ എടുക്കാൻ വേണ്ടി പോവാണ്. 10-12 ഉണ്ട് ഇനി വളവ് നമുക്ക് എടുക്കാനുണ്ട്. പക്ഷേ ഇതാണ് ഫസ്റ്റത്തെ വളവ് കേട്ടോ. ഇതുണ്ടോ 4ാമത്തെ വളവാകുമ്പോഴാണ് നമ്മൾ മൊത്തം 12 കേട്ടോ. മൂലമറ്റത്തെ ഒരു വളവിൻ്റെ റീല് കാണാറുണ്ട്, ഡ്രോൺ വ്യൂ ഒക്കെ. അത് ഈ വഴി കേട്ടോ. ഇവിടെയും പോ ഞങ്ങൾ സാധാരണ പണ്ട് പോലെ വരുമ്പോൾ ഈ വഴി കേട്ടോ കയറി വന്ന മറ്റേ അതായത് ഇതുണ്ടോ ഗ്രീൻബർഗ്. ഇത് തന്നെ ആ റിസോർട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ കാത്തിരുന്നതേ നമ്മുടെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷനായ നമ്മുടെ സ്വന്തം കുളമാവ് ഡാമിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് കുളമാവ് ഡാമിൻ്റെ പാലം. അപ്പുറത്തെ സൈഡിൽ കൂടെ ബോട്ടിങ് പോലത്തെ ഉണ്ട്. ഇതിൻ്റെ തന്നെ ബോട്ടിങ് അല്ല, അല്ലാതെ ഇവരുടെ
ഏതാണ്ടൊക്കെ പരിപാടിയൊക്കെ ആയിട്ട് ഡാമിൻ്റെ ആൾക്കാരുടെ ഏതാണ്ടൊക്കെ സെറ്റപ്പുകൾ ഇത് കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് റൈഡ് ചെയ്ത് പോകുന്നുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ആഗ്രഹം അതിൻ്റെ പുറത്ത് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ റൈഡ് ചെയ്ത് നമ്മളങ്ങ് പോവാണ്. ഓ, താഴെ ഏതാണ്ട് ബോട്ട് പോലത്തെ ഒരു സാധനമൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. എന്താണോ ഇത് നമുക്ക്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ കഴിഞ്ഞു കേട്ടോ. അത് കണ്ടതായിരുന്നു. രാവിലെ പോകുന്ന പറഞ്ഞൊരു അയ്യോ, പക്ഷെ ഓണം കേട്ടോ, നൈസാണ്. അപ്പോൾ ഗൈസ്, നമ്മളിത് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പോവാണ്. ഇവിടുന്ന് നമുക്കിനി പൈനാവ് പോകണം. പൈനാവിൽ കുറച്ച് പരിപാടികൾ. അപ്പോൾ പൈനാവിൽ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. പൈനാവ് റൂട്ടൊക്കെ പോകുന്ന നല്ല രസമുള്ള കാഴ്ചകളാണ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണാനുള്ളത്. ഗൈസ്, പോവാതല്ലേ അല്ലേ? ജസ്റ്റ് റൈഡ് ചെയ്ത് വരാവുന്ന ഒരു ഓളം ഉള്ളൂ ഈ കുളമാവിൻ്റെ, അല്ലാതെ അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷെ കാണണം എന്നൊരു കൊതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലം എടുക്കാം. ഈ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒത്തിരി വന്ന് നിന്നിട്ട് ഉള്ള ഒരു സ്ഥലമാണിത്. എന്നെ പറഞ്ഞാൽ ഒരുപാട് മെമ്മറി ഉള്ളൊരു മറ്റേ കാണുന്നതൊക്കെ എന്നെ സംബന്ധിച്ച് ഒരുപാട് സ്പെഷ്യലാണ് ഈ സ്ഥലം. അതാണ് ഇന്ന് രാവിലെ ഇങ്ങോട്ട് പോരാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വന്നത്. മച്ചാൻ വരെ ഇതിൽ സ്പോട്ടൊക്കെ ഇവിടെ ചെല്ലുന്നവരില്ല. അത് അങ്ങോട്ട് വേഗം പോവാം. പിള്ളേർ മൂട് വന്നില്ലേ? ഞങ്ങൾ കോളേജില്ലായിരുന്ന സമയത്ത് ഫുൾ ടൈം, കോളേജ് ഉള്ളപ്പോൾ ഇവിടെ തന്നെയായിരുന്നു മറ്റേ ഫുൾ ടൈം. ടയറോ തിരിച്ച് ഗായ്സ്, അപ്പോൾ ഇതുണ്ടോ, നമ്മൾ ഈ ഒരു സ്പോട്ടിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം വന്നത് കേട്ടോ. ഇത് കൂടെ കറങ്ങി ഇടുക്കി പിടിച്ചത്. ഇതേ കാണുന്ന KV ആണ്, കേന്ദ്ര വിദ്യാലയം ആണ്. ഇതേ കാണുന്നതാണ് നമ്മുടെ സ്വന്തം പൈനാവ്. താഴെ കാണുന്ന ഏരിയ ആണ് പൈനാവിൻ്റെ ഏരിയ. വലിയ സിറ്റിയോ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു സ്ഥലമാണ് ഈ സ്പോട്ടും. ദിസ് ഈസ് മൈ ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയാം. ഏത് സ്പോട്ടിൽ ചെന്നാലും ഇത് പറയും. പക്ഷേ ഇതൊരു 3 വർഷത്തെ എൻ്റെ ലൈഫ് ഇവിടെയൊക്കെ, ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് കട്ട് ചെയ്ത് വന്നിട്ടിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു
പ്ലേസ് ഇവിടെയായിരുന്നു. കാരണം താഴെയാണ് കോളേജ്. അവിടെ നിന്ന് ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്തിട്ടും അല്ലാതെയും ക്ലാസ് ഇല്ലാത്തപ്പോഴും ചില ദിവസങ്ങളൊക്കെ സ്ട്രൈക്കൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ വരാറുണ്ട്. ഓൾറെഡി ഞാൻ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്, പക്ഷേ ലോങ് ടൈമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓ മൈ ഗോഡ്, ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് മച്ചന്മാരെ. കിടലിന് എക്സ്പീരിയൻസ് ആണ്. നിങ്ങളും വരണമെന്നൊന്നും ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് കൂടെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ഇതേ ഇത് കണ്ടോ, ബസ്സൊക്കെ പോകുന്നുണ്ട് താഴത്തോടെ, വണ്ടി ഇങ്ങനെ പോകുന്ന നമുക്ക് കാണാം. മാസമാണ്, ഒരു രക്ഷയില്ല, പൊളി വൈബ്. ഇനി ഇവിടെ കുറച്ച് നേരം ഇരിക്കണം, ചില്ല് ചെയ്യണം. അപ്പോൾ മച്ചന്മാരെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി. ഇനി ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഒരു 3-4 ദിവസം ലീവ് എടുത്ത് വന്നാണ് കേസ്. അപ്പോൾ നമ്മളേതായാലും ഇത് കൂടെ വരാമെന്ന് വിചാരിച്ചു വന്നു. നമുക്ക് നമ്മുടെ പൈറോ ഉണ്ട്. പൈറോ എന്നാലും ചെയിൻ സ്പോക്കറ്റൊക്കെ മാറിയിട്ട് നല്ല രസമായിട്ടോ ഓടിക്കാൻ. നല്ല രസം, ക്ലച്ച് കേബിൾ മാറിയപ്പോൾ നല്ല രസമായിട്ടുണ്ട് ഓടിക്കാനായിട്ട്, പൊളിയായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ വിശേഷങ്ങൾ ഗൈസ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വീഡിയോസ് നിങ്ങൾ കാണിച്ചു തരാം. നല്ല രസമായിട്ട് കുറച്ച് ഫുട്ടേജ് ഇട്ട് കാണാം. പൊളിയാണ്, പൊളി പ്ലേസാണ്. ഓക്കേ.